മനുഷ്യ മനസ്സ് ഒരു അത്ഭുതമാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ആ മനസ്സിന്റെ ആഴങ്ങളിൽ ഭയാനകമായി ഇരുട്ട് പടരാറുണ്ട്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഒരു സീരിയൽ കില്ലറുടെ കഥയാണിത്. സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും ഭീകരമായ കുറ്റകൃത്യങ്ങൾ. അമേരിക്കയിലെ മിൽവാക്കി നഗരത്തിലെ ഒരു സാധാരണ അപ്പാർട്ട്മെന്റ്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതൊരു സാധാരണ വീടായിരുന്നു. എന്നാൽ ആ വാതിലുകൾക്കുള്ളിൽ നടന്നത് ലോകത്തെ നടുക്കിയ ക്രൂരതകളായിരുന്നു. 17 യുവാക്കൾ ഒരു മനുഷ്യന്റെ വികൃതമായ താല്പര്യങ്ങൾക്ക് ഇരയായി തീർന്ന കഥ. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. മെയ് 21 യുഎസിലെ വിസ്കോൺസിനിലാണ് ജെഫ്രി ഡാമർ ജനിച്ചത്. മാതാപിതാക്കളുടെ ശ്രദ്ധയോ സ്നേഹമോ ലഭിക്കാതെ വളർന്ന അവൻ ഏകാന്തതയിലാണ് സമയം ചിലവിട്ടിരുന്നത്. വെറും 4 വയസ്സുള്ളപ്പോൾ തന്നെ ചത്ത മൃഗങ്ങളോടും അവയുടെ അസ്ഥികളോടും ജെഫ്രി താല്പര്യം കാണിച്ചു തുടങ്ങിയിരുന്നു. ഒരു റിസർച്ച് കെമിസ്റ്റ് ആയിരുന്ന പിതാവിൽ നിന്നാണ് മൃഗങ്ങളുടെ അസ്ഥികൾ ബ്ലീച്ച് ഉപയോഗിച്ച് വൃത്തിയാക്കാനും സൂക്ഷിക്കാനും അവൻ പഠിച്ചത്. തുടക്കത്തിൽ മൃഗങ്ങളെ കൊന്ന് അവയുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചിരുന്ന ജെഫ്രി മിൽവാക്കിയിലെ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയതോടെയാണ് കൂടുതൽ അപകടകാരിയായി മാറിയത്. ക്ലബ്ബുകളിൽ നിന്നും ബസ് സ്റ്റാൻഡുകളിൽ നിന്നും യുവാക്കളെ പണമോ ഫോട്ടോ എടുത്തു തരാമെന്ന വാഗ്ദാനമോ നൽകി അയാൾ തന്റെ മുറിയിലേക്ക് ആകർഷിച്ചു. 1978 അയാൾ ആദ്യ കൊലപാതകം നടത്തിയത്. ഒരു റോക്ക് കൺസേർട്ടിന് സമീപം വെച്ച് പരിചയപ്പെട്ട സ്റ്റീവൻ ഹിക്സ് എന്ന യുവാവിനെ ബിയർ കുടിക്കാനായി ജെഫ്രി വീട്ടിലേക്ക് ക്ഷണിച്ചു. കുറച്ചു സമയത്തിന് ശേഷം വീട്ടിലേക്ക് പോകണമെന്ന് സ്റ്റീവൻ നിർബന്ധം പിടിച്ചതോടെ ജെഫ്രി 4.5 കിലോ തൂക്കമുള്ള ഡംബൽ ഉപയോഗിച്ച് അയാളുടെ തലക്കടിച്ചു കൊന്നു. കൊലപാതകത്തിന് ശേഷം മൃതദേഹത്തിനൊപ്പം ലൈംഗിക വൈകൃതങ്ങളിൽ ഏർപ്പെട്ട അയാൾ പിന്നീട് മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി. 1978 മുതൽ 1991 വരെ 17 യുവാക്കളെയാണ് ജെഫ്രി ഡാമർ കൊലപ്പെടുത്തിയത്. ഇരകളിൽ ചിലർക്ക് 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കറുത്ത വർഗ്ഗക്കാർ, ഏഷ്യക്കാർ, ലാറ്റിൻ വംശജർ എന്നിവരെയായിരുന്നു അയാൾ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. ഗേ ബാറുകൾ, മാളുകൾ, ബസ് സ്റ്റോപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്ന ഇരകളെ വീട്ടിലെത്തിച്ച് മയക്കുമരുന്ന് കലർത്തിയ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷമായിരുന്നു കൊലപാതകങ്ങൾ നടത്തിയിരുന്നത്. മൃതദേഹങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അവയുടെ ഭാഗങ്ങൾ മുറിച്ചെടുത്ത് ഓർമ്മയ്ക്കായി സൂക്ഷിക്കുക തുടങ്ങിയ വികൃത സ്വഭാവങ്ങൾ അയാൾക്കുണ്ടായിരുന്നു. തലയോടുകളും സ്വകാര്യ ഭാഗങ്ങളും ഇത്തരത്തിൽ സൂക്ഷിച്ചിരുന്നു. തെളിവ് നശിപ്പിക്കാനായി 57 ഗാലൻ വരുന്ന വലിയ ഡ്രമ്മിലെ ആസിഡ് ലൈനിൽ അസ്ഥികൾ അലിയിച്ചു കളയുകയായിരുന്നു പതിവ്. ഇതിനിടയിൽ എറോൾ ലിൻസെ എന്ന 19-കാരന്റെ തലയിൽ ഹൈഡ്രോളിക് ആസിഡ് കുത്തിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം അയാളുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. കൊലപാതകങ്ങൾക്കിടയിൽ ഇരകളുടെ ഭീകരമായ ചിത്രങ്ങൾ പകർത്തി സൂക്ഷിക്കുന്ന സ്വഭാവവും അയാൾക്കുണ്ടായിരുന്നു. ഫ്രീസറിലും ഡ്രസ്സിംഗ് ടേബിളിലുമായി സൂക്ഷിച്ചിരുന്ന ഈ ചിത്രങ്ങളാണ് ഒടുവിൽ ജെഫ്രി ഡാമറെ നിയമത്തിനു മുന്നിലെത്തിച്ചത്. മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ ചെയ്ത ജെഫ്രിക്ക് ജയിലിലും അധികകാലം ആയുസ്സുണ്ടായിരുന്നില്ല. 1994 നവംബർ 28 ജയിൽ വൃത്തിയാക്കുന്നതിനിടയിൽ ക്രിസ്റ്റഫർ സ്കാർവർ എന്ന സഹതടവുകാരൻ ഇരുമ്പ് വടി കൊണ്ട് ജെഫ്രിയുടെ തലക്കടിച്ചു. ചോരയിൽ കുളിച്ചു കിടന്ന ഡാമർ അവിടെ വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങി. താൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും സമാനമായ ഒരു അന്ത്യം തന്നെയായിരുന്നു പ്രകൃതി അയാൾക്ക് കരുതി വച്ചിരുന്നത്.